നിങ്ങൾ സിനിമ കാണാൻ വന്നത് എന്റെ സ്വഭാവത്തിന് മാർക്കിടാനാണ് അല്ലല്ല. ചിലതൊക്കെ കാണുമ്പോ ഇത് ശരിയാണോ? എനിക്കൊരു പ്രശ്നമായിരുന്നു, ഷെയ്നെ ചവിട്ടി, ഓർമ്മയുണ്ടോ? ഇവര് പ്രശ്നക്കാരാണോ? ഷൈൻ എന്ന് പറയുമ്പോൾ ഷെയ്ൻ, ഷെയ്ൻ എന്ന് പറയുമ്പോൾ ഷൈൻ. ഇഷ്ക് ഫസ്റ്റ് ഞാൻ ചെയ്യാനിരുന്ന പട അന്ന് ഫഹദും മണിയും പിള്ള കലാഭവൻ മണിയായിരുന്നു. ഓ, വിവാദങ്ങളിൽ പെടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. എന്റെ പൊന്നു മോളെ ഞാൻ മരിച്ചിട്ടുണ്ടാ. ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല അവർക്ക് മനസ്സിലാവുന്നത്. ഞാൻ വരില്ല എന്നുള്ള ഭാഗം നിങ്ങൾ കേട്ടിട്ട് പറയാണ് അയാൾ സെറ്റിൽ വന്നില്ല. ഷൈൻ നിഗം. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ ഉത്തരം കിട്ടും. ഇപ്പൊ നമ്മളോട് ചോദിക്കേണ്ട കാര്യമില്ല ഇതിന്. ഏതൻ പൂവേ മനം തന്ന പെണ്ണേ നീ മുന്നിൽ നിറം കൊണ്ടതെന്തേ? ലിറ്റിൽ ഹാർട്ട്സ്. നൊസ്റ്റാൾജിയാണ് എല്ലാവർക്കും. നിങ്ങൾക്ക് നൊസ്റ്റാൾജിയാണോ? നിങ്ങളുടെ സമയത്ത് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നല്ലോണം കിട്ടുമായിരുന്നു, പിന്നെ ഇത് കിട്ടാറില്ലായിരുന്നു എനിക്ക്. ഞങ്ങളുടെ എന്റെ ഒക്കെ കൊച്ചിലെ സമയത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അധികം കഴിച്ചിട്ടില്ല. ആണോ? എനിക്ക് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ഇത് കിട്ടുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതിന്റെ മേലെ ഷുഗർ അങ്ങനെ തന്നെ വെക്കുമല്ലോ, സാധാരണ അങ്ങനെ അധികം പ്രോഡക്ട്സ് ഒന്നും കാണാറില്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊളിച്ച് കഴിക്കാൻ അവർക്ക് കിട്ടിയ ഒരു മൈലേജ് പടം കൊണ്ട് അല്ലേ? ലിറ്റിൽ ബ്രിട്ടാനിയ ചോദിക്കായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രിട്ടാനിയയുടെ ആൾക്കാർ, ഹലോ, കുറെ നാളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യണം. സിനിമയിലും ഉണ്ട്, സിനിമയിലൊക്കെ നല്ലോണം ഉണ്ട്. എന്നുവെച്ചാൽ അങ്ങനെയല്ല, പാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ അത് ചില കുറെ സിനിമകൾ ഉപയോഗിക്കാറുണ്ടല്ലോ ഒരു സെക്കൻഡ് ഇതായിട്ട് പരസ്യമായിട്ട് പല കമ്പനികൾ പറയാം. നിങ്ങൾക്ക് ശരിക്കും നേരത്തെ തന്നെ താങ്ക് യു. അതൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്ത് നോക്കിയാ, പക്ഷെ അവർക്ക് അത്ര വലിയ കേരളത്തിൽ വലിയ മാർക്കറ്റ് ഇല്ല. കേരളത്തിൽ കിട്ടൂല, കുറവാണ്. കുറവാ, നല്ല സാധനം. പക്ഷെ പണ്ടത്തെ പോലെ അല്ല. അത് പണ്ടിങ്ങനെ പഞ്ചസാര പൊങ്ങി പൊങ്ങി ഇരിക്കുമായിരുന്നു. അതെ, ശരിയാ. ഇപ്പൊ അത് അതിലേക്ക് അങ്ങോട്ട് ഇവിടെയൊക്കെ കാണാൻ പഞ്ചസാര, ഇപ്പൊ ഉള്ളിൽ മാത്രമേ കാണുന്നു. ഇപ്പൊ ഷുഗർ സിറപ്പിൽ മുക്കിയെടുക്കുവാണ്. അതെ അതെ. നമ്മള് ഡിസൈൻ ആദ്യം ചെയ്തപ്പോ ഓർമ്മയുണ്ട്, ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയായിരുന്നു ലിറ്റിൽ ഹാർട്ട്സിന്. ഇതേപോലെ തന്നെ ഈ 3 ലൈനും ഈ ബിസ്ക്കറ്റിന്റെ ഒക്കെ ഈ ബിസ്ക്കറ്റിന് തന്നെ ഒരു ഫോണ്ട് യൂസ് ചെയ്ത്, ഫോണ്ട് അല്ല ടൈപ്പോഗ്രഫി. അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയായിരുന്നു. പിന്നെ അത് വർക്കായില്ല, അത് കാരണം മാറ്റി. ഇപ്പോ ഉള്ള പോപ്പിൻസിന്റെ മിഠായിയാണ് സിനിമ. അതെ, മിഠായിയാണ്. അയ്യോ, ഫുൾ പ്രൊമോഷൻ ആണ് ബ്രാൻഡ്സിന്. ഓക്കെ, നമുക്ക് സിനിമയിലേക്ക് വരാം. ശരിക്കും എന്താണ് ലിറ്റിൽ ഹാർട്ട്സ്? അപ്പോൾ ലിറ്റിൽ ഹാർട്ട്സ് കുറച്ച് നല്ല ഹൃദയമുള്ള ചെറിയ, എന്നുവെച്ചാൽ നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്ന ഒരുപാട് വലിയ ലോകങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത സാധാരണക്കാരായ ശുദ്ധ മനസ്കരായ കുറച്ച് ആളുകളുടെ ജീവിതമാണ് ലിറ്റിൽ ഹാർട്ട്സ്. അത് എല്ലാവർക്കും കണക്ട് ആവും. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതേപോലത്തെ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കണക്ട് ആവാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ലിറ്റിൽ ഹാർട്ട്സ്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? എൻ്റെ മ്യൂസിക് ഡയറക്ടർ കൈലാസാണ് ഇതിന്റെ ഡയറക്ടേഴ്സിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം വന്നിട്ട് ഇതിന്റെ ഒരു 1 ലൈൻ പറഞ്ഞു. നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ 1 ലൈൻ കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഇഷ്ടപ്പെടും. സിനിമയുടെ ഒരു 1 ലൈൻ കേൾക്കുമ്പോൾ തന്നെ. അപ്പം എനിക്കത് കേട്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 3 ലവ് സ്റ്റോറി, രസമുണ്ട്. 3 ഏജ് ഗ്രൂപ്പിലുള്ള 3 ലവ് സ്റ്റോറി. ഒന്നൊരു 20s, ഒന്നൊരു 40s, അല്ല 30s പറയാം അല്ലേ ഷൈൻ്റെ, പിന്നെ ഒരു ലേറ്റ് 40s അല്ലെങ്കിൽ ഒരു ഏർലി 50s ഒരു ലവ് സ്റ്റോറി. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും പറ്റുന്ന, എല്ലാ പ്രായത്തിലും നമുക്ക് പ്രണയം വരാലോ. അങ്ങനത്തെ ഒരു ആ കഥ തന്നെയാണ് എന്നെ അതിലേക്ക്. അതെ, ട്രെയിലറിലുള്ള 3 പ്രശ്നങ്ങൾ, മോനിക്ക് മൊത്തം 3 പ്രശ്നങ്ങളാണ്. ഷൈൻ, എങ്ങനെ ഉണ്ടായിരുന്നു? RDXന് ശേഷമല്ലേ ഇത് വരുന്നത്? ചെയ്ത പടം അടിച്ചു പൊളിച്ചതിന് ശേഷമാണ് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് വരികയാണ്.
ഇതും അടിച്ചുപൊളിയാണ്. അടിച്ചുപൊളിയാണ്, തകർക്കുന്നുണ്ട്. ആ അടിച്ചുപൊളിയല്ല, അടിച്ചു പൊളി. വേറെ രീതിയില്, അതായത് ഫൺ എന്ന രീതിയിൽ അടിയുണ്ട്, ചെറിയ അതൊരു അങ്ങനെ നോക്കിയാൽ നമ്മൾ തോണ്ടിയിട്ടേ ഉള്ളൂ. RDX ഒക്കെ കഴിച്ചിട്ട് ഇതിനകത്ത് അടിയിട്ടെന്ന് പറഞ്ഞ ആൾക്കാര് അയ്യേ ഇത് അങ്ങനെയല്ല, ഫുൾ ചിരിപ്പിക്കുന്ന ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു അടിച്ചുപൊളി പടമായിരിക്കും. ഓക്കെ. അപ്പോൾ RDX-ൽ ശരിക്കും എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫൈറ്റ്? അപ്പോൾ നീരജിനല്ലേ പറഞ്ഞേ കാലിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? എനിക്കൊരു കാലിനൊരു നീരൊക്കെ കെട്ടി നിന്നായിരുന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പോയത്. അതപ്പോ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ നീര് പറ്റുന്നുണ്ടായില്ല, തടിച്ചടിച്ച് വരുമായിരുന്നു കാലിന്റെ ഈ ഭാഗം. ഇതിൽ നമുക്ക് സമാധാനമായി ഫുള്ള്. എനിക്കൊരു പ്രശ്നമായിരുന്നു, ഷെയ്ൻ എന്നെ ചവിട്ടി, ഓർമ്മയുണ്ടോ? എടോ അതൊക്കെ ഇത് ചവിട്ടി, ഇതായിരിക്കോട്ടാ ചവിട്ടി. ഞങ്ങള് ഷെയ്ൻ മറ്റേ അത് മാത്രം കാണുന്ന ആൾക്കാർ അത് മാത്രം എടുത്തിടും. എന്നിട്ട് ലാസ്റ്റ് അതിന്റെ പേര് തുടങ്ങും മൈമേനെ ചവിട്ടിയപ്പോ അത് സംഭവിച്ചു, മൈമേനെ ചവിട്ടിയപ്പോ പിന്നെ വേറെ കാര്യങ്ങളാവും. ഞാൻ ചവിട്ടിയതോ എന്റെ പൊന്നു മോളെ കറക്റ്റ് പറഞ്ഞു കൊടുത്തു. എനിക്ക് അല്ലെങ്കിൽ വയ്യ. ഇല്ല അത്ര വലിയ സംഭവമൊന്നുമല്ല ഇത്. പരിക്ക് പറ്റിയോന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പരിക്ക് പറ്റി. ഞാൻ ഈ കോളനിയിൽ അടി ഉണ്ടാക്കിയതിന് ശേഷം ഷെയ്ൻ കയറി, അതായത് റോബർട്ട് ഈ വീട്ടിലോട്ട് വരുന്ന മിനിയെ കാണുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ഷെയ്ൻ ഇങ്ങനെ തിരിഞ്ഞ് ഓടി വരിക. അപ്പൊ ഞാൻ ഇവിടുന്ന് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് ഷെയ്ൻ വന്ന് എന്നെ ചവിട്ടിയപ്പോ പിന്നെ ഷോർട്ടിലായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയൊരു ഇന്ററാക്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഷെയ്നോട് എന്നെ ചവിട്ടിയെന്നോ അയ്യോ എന്ന് പറയാനൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ആ സീനിന്റെ മൂഡ് അത് എനിക്കായിരുന്നു. എന്റെ ഒറിജിനൽ ഇടി കൊണ്ടോണ്ടിരുന്ന എന്നോടാണ് നിങ്ങൾ പറയുന്നത്. എന്റെ കാലൊക്കെ ഇങ്ങനെ ചോന്നു പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് RDX ഒക്കെ കഴിഞ്ഞ് ലിറ്റിൽ ഹാർട്സിൽ വന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് അന്ന് താൻ എന്നെ ചവിട്ടി, ഓർക്കണുണ്ടോ? തിരിച്ചു കൊടുത്താ? എങ്ങനെയുണ്ട് ഇവരെ ശരിക്ക്? ഷൈൻ ടോം ചാക്കോ, ബാബുരാജ്. അല്ലാതെ ഇത് സെറ്റിലും പ്രശ്നം ഉണ്ടായിരുന്നു. ഷൈൻ എന്ന് പറയുമ്പോൾ ഷെയ്ൻ എന്ന് പറയുമ്പോ ഷൈൻ, എല്ലാരും കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ഞാൻ പറയട്ടെ, കൃത്യമായിട്ട് പറഞ്ഞതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കൺഫ്യൂഷൻ എവിടെയാ വരുന്നതെന്ന് അറിയാം. നമ്മുടെ അടുത്ത് ആൾക്കാർ വന്ന് പറയും, നമുക്ക് കറക്റ്റാ ക്ലാരിറ്റി ഉണ്ട്, ഇത് ഷെയ്ൻ ആണ് അത് ഷൈൻ ആണെന്ന്. നമ്മുടെ അടുത്ത് വന്നിട്ട് ഷൈൻ ഇങ്ങനെ ഷൈനോ അല്ല ഷെയ്ൻ, അപ്പോഴാണ് പ്രശ്നമാവണേ. ഇത് നമ്മുടെ കൺട്രോളർ ജോളിച്ചേട്ടൻ ഇന്നേ വരെ ഷെയ്ൻ എന്ന് വിളിച്ചാൽ കേട്ടിട്ടില്ല. ഷൈൻ വന്നിട്ടില്ല എന്ന് പറയാം. ഞാൻ പറയാം ഷൈനോ, അപ്പൊ പറയും ഷൈൻ നിഗം. അതുകൊണ്ട് പക്ഷെ ഷൈനിന്റെ കാര്യം പറയാണ്, നമ്മളിപ്പോ അധികം ഇന്റർവ്യൂസിൽ ഷൈനെ കുറിച്ച് പറഞ്ഞില്ല. ഷൈൻ ഭയങ്കര കാമൻ, എന്താ പറയാ, ഒരു ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ പടത്തിലും ഇന്റർവ്യൂസിലും എല്ലായിടത്തും ഷൈൻ കിടന്ന് ഭയങ്കര ബഹളവും വെകിളിയും ഒക്കെ കാണിക്കുന്നതൊക്കെ കണ്ടെടുത്തുനിന്ന് അവിടുന്ന് ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു മെച്ചോർഡ് ക്യാരക്ടറാണ് ഷൈനിൻ്റെ അത് ചെയ്തേക്കുന്നത്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള, അതായത് ഇത്രയും നാള് ഇപ്പം ഈ അടുത്ത കാലത്ത് ഷൈൻ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും ലിറ്റിൽ ഹാർട്സ്. അതേപോലെ ഇഷ്കിലും ഭയങ്കര അടിപൊളി പെർഫോമൻസ്. അതെ ഈ ഇഷ്ക് ഉണ്ടല്ലോ, ഇഷ്ക് ഫസ്റ്റ് ഞാൻ ചെയ്യാനിരുന്ന പടാ. അന്ന് അതിന്റെ പേര് അതല്ല, കാർട്ടൂൺ ആണ്. അന്ന് ഫഹദും മണിയും പിള്ള കലാഭവൻ മണിയായിരുന്നു. അപ്പം ഫഹദും കലാഭവൻ മണി ആയിട്ട് ചെയ്യാനിരുന്ന മൂവിയാണ് കാർട്ടൂൺ. പിന്നെ ഫഹദ് മാറിക്കഴിഞ്ഞപ്പോൾ മൊത്തം പ്രോജക്റ്റ് ഇല്ലാണ്ടായി. അവിടെ നിന്നാണ് വീണ്ടും അത് ഇഷ്കായി വരുന്നത്. എനിക്ക് നന്നായി. നല്ല പെർഫോമൻസ്, അടിപൊളിയല്ലേ? ഇവര് പ്രശ്നക്കാരാണോ? ഒരിക്കലും അല്ല, ഒട്ടും അല്ല. ചിലപ്പോ അത് ഡീൽ ചെയ്യുന്നതിന്റെയും പ്രശ്നമായിരിക്കാം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവവും ഇല്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് ഷെയ്നായിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ഷെയ്ൻ്റെ ഉമ്മ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ സാൻഡ്രയ്ക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. എല്ലാവരും ഇതൊക്കെ പറഞ്ഞാലും എന്താണ് ഷെയ്ൻ എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം സാൻഡ്രയ്ക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. അത് സത്യമാണ്.
ആ പടം മൂന്നുപേരും അടിപൊളിയായിട്ട് നല്ല പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അവരെ കുറ്റപ്പെടുത്തി ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ സിനിമ കാണാൻ വന്നത് എന്റെ സ്വഭാവത്തിന് അല്ലല്ല അല്ല പിന്നെന്താ പ്രശ്നം? അതല്ല പറഞ്ഞത്. സിനിമ എന്നുള്ളത് താങ്കൾ ഇപ്പൊ സിനിമ ചെയ്യാൻ വന്നവര് ഇത് ഇങ്ങനെയാണ്, പ്രശ്നക്കാരാണ്, ഭയങ്കര പ്രശ്നക്കാരാണ്. കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു, ഭയങ്കര പ്രശ്നക്കാരാണ്, മറിച്ചാണ്, വരൂല, സമയത്തിനും ഇല്ല, ഷൂട്ട് നടക്കൂല, ഒന്നുമില്ല. നിങ്ങൾ ഇത്തരം പടങ്ങൾ കണ്ട, ഈ പടങ്ങളൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ എങ്ങനെ തീരും, എങ്ങനെ ഇറങ്ങും? എങ്ങനെ നമ്മളിത് ഒരു പെർഫോമൻസ് ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞല്ല, അതൊക്കെ ചെയ്യണമെങ്കിൽ എന്താ, നമ്മളവിടെ ഫുൾ മനസ്സോടെ അവിടെ നിൽക്കണം, അല്ലാതെ ചെയ്യാൻ പറ്റുമോ? അല്ല, ആരെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതെല്ലാം അവിടെ സംഭവിക്കണം, നടക്കണുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ മാറി എന്ന് പറയാണ്. അപ്പൊ അതിനിപ്പോ നിങ്ങൾ ഒരു സാമാന്യ ബോധത്തിൽ കുറച്ചുപേര് ചിന്തിക്കണം, എന്തിനാണ് അങ്ങനെ പറയണേന്ന്. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ ഉത്തരം കിട്ടും. ഇതിപ്പോ നമ്മളോട് ചോദിക്കേണ്ട കാര്യമില്ല ഇതിന്. അല്ല, ഞാൻ ഒരിക്കലും ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇത് എവിടെ ചെന്നാലും ഇതേ ചോദ്യം വരും. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട്. പക്ഷെ അതല്ല ഞാൻ പറയണത്, ഇതിനെ ഈ ഒരു ആംഗിള് കാണാൻ അങ്ങനെ ചിന്തിപ്പിച്ചത് 10 പേര് എന്നിട്ട് പറയണേന്ന്, 11ാമത്തെ ആള് ഏറ്റുപിടിക്കണേന്ന്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഇതാണ്. ഇപ്പൊ നമുക്ക് മീഡിയ ഉണ്ട്, നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും പറയണേ ഇങ്ങനെ ഒരു കാര്യം നാളെ മുതൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വരും ഇവിടെ. അത് പവർ വേണം. എനിക്കതില്ല. എനിക്കിത് എന്റെ സത്യക്കൂടെ എന്റെ ജോലിയിലൂടെ എനിക്ക് മാത്രമേ ഇത് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ മിണ്ടാതിരുന്നിട്ടുള്ളൂ. ഈ വിവാദങ്ങൾ പെടുന്നത് എങ്ങനെയാണ് ഇപ്പൊ ശരിക്കും? വിവാദങ്ങളിൽ പെടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, സിംബോളിക്കായിട്ട് പറഞ്ഞുതരാം, മനസ്സിലാവണവർക്ക് മനസ്സിലായിക്കോളും. ഇപ്പം നമുക്ക് ഒരു കാര്യം, സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം, ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് തന്നെ പറഞ്ഞുതരാം. ഒരു ദിവസം ഷൂട്ട് നടന്നു, നമ്മളൊരു ക്ലൈമാക്സ് ഭാഗം എടുത്ത് നമുക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ. നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് തീർത്തപ്പോഴത്തേക്ക് ആ സീൻ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ കിട്ടിയില്ല. നമ്മൾ അടുത്ത ദിവസം ഇതേപോലെ വേറൊരു സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ലൊക്കേഷനിലെത്തി, അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സീൻ ചെയ്യാൻ പറയുന്നു. ഒരു എക്സാമ്പിളാണ് പറയുന്നത്, സീൻ ചെയ്യാൻ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നു, നമ്മൾ അവിടെ ചെന്ന് ഷിഫ്റ്റ് ചെയ്ത് ലൈറ്റ് എല്ലാം മേളിൽ കയറ്റി സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 9:30 തീർക്കാൻ വേണം. 9:30 തീർക്കാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോകണ്ട, നിങ്ങൾ 2 മണിയുടെ ഷെഡ്യൂളിലേക്ക് അത് മാറ്റി, അങ്ങനെയാണ് നമുക്കത് പോയിട്ട് ഈസി ആയിട്ട് അത് ചെയ്ത് തീർത്തിട്ട് വരാം. അത് പറ്റില്ല എന്ന് പറയുന്നു. ഞാൻ ആ നടന്ന കാര്യത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പിന്നെ വോയിസിൽ കിടക്കുന്നത്. വോയിസ് നോട്ടിൽ കിടക്കുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത്, ഇത് നമ്മളുടെ സിനിമ നമ്മൾ മനസ്സിൽ കണ്ട രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ വേണം. ഇതില്ലാതെ ഞാൻ എന്തായാലും വരില്ല. ഞാൻ വരില്ല എന്നുള്ള ഭാഗം നിങ്ങൾ കേട്ടിട്ട് പറയണം അയാൾ സെറ്റിൽ വന്നില്ല. അപ്പം ഇത് പ്രചരിപ്പിക്കുകയാണ്. എനിക്ക് കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മീഡിയ ഇത്ര ആൾക്കാരോട് എനിക്ക് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിൻ്റെ ബാക്കി ഇത്രയും ഓഡിയോ ഉണ്ട്, ഇതിങ്ങനെയാണ് പരിപാടി എന്നെനിക്ക് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടുമില്ല. സത്യം എന്തെങ്കിലുമൊക്കെ അത് അറിയുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് പോകണം. അപ്പോൾ അതെന്താ, അപ്പം അങ്ങനെ കാണുമ്പോഴത്തേക്കും ഓക്കെ ഷെയ്ൻ സെറ്റിൽ വരില്ല എന്ന് പ്രൊഡ്യൂസറിനോട് ചൂടായിട്ടാണ് പറയുന്നത്. ഈ ചൂടാവണതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു വേദന ഉണ്ട്. എന്താ, കഴിഞ്ഞ ദിവസത്തെ സീൻ നമ്മൾ ഉദ്ദേശിച്ചവരെ എടുക്കാൻ പറ്റിയില്ല. ഈ വേദന എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ ആ സിനിമേനോട് കൂറ് കാണിച്ച് നിൽക്കണോണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അയാളുടെ പടമല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ കാണണം ആണ്. അപ്പോൾ ഇത് എല്ലാത്തിനും ഒരു 2 സൈഡ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഈ 10 പേര് പറയണപ്പോൾ 11ാമത്തെ ആൾ അത് പറയാൻ വേണ്ടി ശ്രമിക്കാതെ എന്തുകൊണ്ടാണ് അപ്പുറത്തേന്നുള്ള കേൾക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ഉള്ളൊരു സൈഡ് വെച്ചിട്ട് എന്നിട്ട് അഭിപ്രായം പറയണം. അതാണ് അതിൻ്റെ ഒരു അല്ല, അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനതയ്ക്ക് കുറവാണ്. എല്ലാവർക്കും മറ്റേ എന്താ തന്നെ പറയുന്ന ഒരു മെൻറ്റാലിറ്റി എന്ന് പറയും, ക്രൗഡ് എന്തോ ഒരു വേർഡ് ഉണ്ട് അതിന്. അതായത് അല്ലല്ല അതന്നെ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഞാൻ പറയാണ്, ഒരു നാളെ എനിക്കൊരു കാര്യം പ്രചരിപ്പിക്കണം. അത് സത്യം പറഞ്ഞാൽ ഇന്ന് എളുപ്പമാണ്, പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്. നമുക്ക് പരിചിതമായ കുറച്ച് മേഖലയിലുള്ള മീഡിയാസിൽ എല്ലാവരും കണക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന, ഓത്തൻറ്റിക്കായിട്ട് ചെയ്യുന്നവരല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ടും ഇപ്പോൾ കുറേ മീഡിയാസ് ഉണ്ടല്ലോ. നമുക്ക് ഈസിയാണ് ഇന്നൊരു കാര്യം പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ അങ്ങനെ വേറെ ഒരാളെ കൊണ്ടിരുത്തിയിട്ട് വേറൊരാളെ പറ്റി എനിക്ക് പറയിപ്പിക്കണം, എളുപ്പമാണ്. അതിലിന്ന് പറഞ്ഞിട്ട് അത് പിന്നെ കുറച്ചധികം പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെന്തായി, ആൾക്കാർ ഒരു സൈഡ് മാത്രം കേട്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ തൂങ്ങി ഇല്ല. എല്ലാത്തിനോടും എനിക്ക് പോയിട്ട് പറയാൻ പറ്റുമോ ചേട്ടാ ഇങ്ങനെയാണ് നടന്നത്, ഇതാണ് സംഭവിച്ചത്. ഷെയ്ൻ്റെ ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില സംസാരങ്ങൾ, അതുപോലെ തന്നെ ഷെയ്ൻ്റെ മതം, ഇതൊക്കെ ചില ആളുകളെ സോറി ഞാൻ അങ്ങനെ ഒരു അത് ചില ഒരു കൂട്ടം ആളുകളെയെങ്കിലും വിരളി പിടിപ്പിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് കാരണം അറ്റാക്ക് നേരിടുന്നതായി തോന്നിയിട്ടുണ്ടോ? അത് കാരണം അറ്റാക്ക് എന്റെ മതം കാരണമാണോ എനിക്ക് അറ്റാക്ക്? മതം പറഞ്ഞിട്ട് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ടോ?
ഇപ്പോൾ ഇവൻ മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ ഉണ്ടായ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നി എന്താണെന്ന് പറയുക, കഴിഞ്ഞ ശരിക്കും പറഞ്ഞ ഒരു 5 കൊല്ലം മുമ്പൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാഴ്ചപ്പാടിലൊക്കെ എനിക്ക് തോന്നുന്നു അത്ര. പിന്നെ ഞാൻ മനസ്സിലാക്കണം ഇത് അങ്ങനെ അധികം പേരൊന്നും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കണില്ല. ഒരു കുറച്ച് പേര് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പല കുറേയൊക്കെ ഞാൻ ഈ കമൻറ്റ് ചെയ്യുന്ന പേജുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും 0 ഫോളോവേഴ്സ് 0 ഇത്. അപ്പോൾ ഇന്നലെ ഈ കമൻറ്റ് ഇടാൻ വേണ്ടി തുടങ്ങിയ പേജാന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇപ്പം തന്നെ തുടങ്ങിയിട്ട് ഒരു കമൻറ്റ് ഇട്ടേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെയുള്ള അപ്പം നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മളെന്താ ആൾക്കാരൊക്കെ ഇങ്ങനെ കേട്ടോ, ആൾക്കാരല്ല അത് കുറച്ച് ആൾക്കാരാണ്, എല്ലാവരും അതല്ല. കുറേ ആൾക്കാർക്ക് സെൻസിബിളായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവരുണ്ടല്ലോ. മഹിമ, ഇപ്പോൾ മലയാളത്തിലൊരു ഭാഗ്യനായികയായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പടങ്ങൾ, നല്ല ശ്രദ്ധേയമായ വേഷങ്ങൾ. എന്താണ് മലയാളത്തിലിനി എവിടേക്കാണ് ഈ അടുത്ത ലക്ഷ്യം? എൻ്റെ ഭാഗ്യമൊന്നുമില്ല കേട്ടോ. സിനിമകൾ നല്ല സിനിമകളാവുന്നത് കൊണ്ട് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമാണല്ലോ. അതങ്ങനെ ഭാഗ്യനായിക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല. നല്ല സിനിമകൾ എപ്പോഴും ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. അങ്ങനെ മറ്റേ വീട്ടിൽ നമ്മൾ വെക്കൂലേ, ഇത് വെച്ച ഭാഗ്യം എന്ത് അല്ല, തമിഴിലൊരു ചൊല്ലുണ്ടേ, ചൊല്ലുന്നല്ല, തമിഴിൽ പൊതുവേ അതായത് നല്ല ഐശ്വര്യമുള്ള അല്ലെങ്കിൽ അതായത് ഭയങ്കര പ്രോസ്പെരിറ്റി കൊണ്ടുവരുന്ന പെൺകുട്ടികൾ പൊതുവേ പറയുന്നതാണ് കുത്തുവിളക്ക് എന്ന് പറയും. കുടുംബ കുത്തുവിളക്ക് എന്ന് പറയും. ഞാൻ അങ്ങനെ വെച്ചതാ. അതല്ല നമ്മൾ വീട്ടിൽ വെക്കൂല. എന്താ വെക്ക വീട്ടില്? അല്ലല്ല, ഇത് വെച്ചാ പൈസ വരും. ഞങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുവന്നാണ് ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതെ അതെ, ഭാഗ്യം വരാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് എന്നെ. അല്ല, എന്തായിരുന്നു ചോദ്യം? ഭാഗ്യനായിക എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എടോ പോടോ, ഒന്നുമില്ല അങ്ങനൊന്നും. നിങ്ങൾക്ക് നിങ്ങളുടെ പടം വിജയിക്കണമെങ്കിൽ അല്ലേ? അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഭാഗ്യനായിക എന്നും പറഞ്ഞിട്ടേ ഒന്നിനും കൊള്ളാത്ത ഒന്നും അല്ലാത്തൊരു സബ്ജക്റ്റും ഒരു എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി പരിപാടി പോയി ഞാൻ ചെയ്തപ്പം സിനിമ ഹിറ്റ് ആവണമെന്നില്ലല്ലോ. പക്ഷെ പ്രൊഡ്യൂസർ ആളുകൾ അങ്ങനത്തെ ഭാഗ്യമുണ്ട്. ഈ രാശിയൊക്കെ സിനിമയിൽ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരു സംഭവം നോക്കുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ ചോദിച്ചവരൊക്കെ ഇപ്പം ഉണ്ട്. പക്ഷെ ഞാനിത് പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ചിലതൊക്കെ കാണുമ്പോ ഇത് ശരിയാണോ ഇങ്ങോട്ട് നോക്കിട്ടാണോ എന്നും തോന്നാറുണ്ട്. ചില ആക്ടേഴ്സിനെ വെച്ച് പണ്ടുണ്ടായിരുന്നല്ലോ, ചില ആക്ടേഴ്സിനെ വെച്ചിട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കുള്ളൂ സിനിമയിൽ. അങ്ങനെ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ഉണ്ടായിരുന്നു? ഇല്ലില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ രാഹു സമയത്ത് ഷൂട്ട് ചെയ്യത്തില്ല. ഈവൻ ജോഷി സാറൊക്കെ അങ്ങനെയാ, രാഹു സമയത്ത് ഷൂട്ട് ചെയ്യില്ല. ഞാൻ തമിഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറുത്ത പൊട്ട് വെച്ച് അഭിനയിക്കാൻ സമ്മതിക്കില്ല. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ട്. കറുത്ത പൊട്ട് വെച്ച് പോയി ഇല്ല നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യാണ്, കറുത്ത പൊട്ട് പാടില്ല, ചുവന്ന പൊട്ടേ വെക്കാൻ പാടുള്ളൂ. അതേപോലെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ മരിച്ചു കിടക്കുന്ന ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സീൻ എടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അവരെ തന്നെ ഇപ്പം എനിക്കൊന്ന് മരിച്ച്, അതായത് ഡെത്ത് സീൻ അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. അതായത് കട്ട് പറയുന്നതിന് മുന്നേ തന്നെ ആ അഭിനയിച്ച ആൾ എഴുന്നേറ്റിരുന്ന് ചിരിക്കാൻ പറയും. അങ്ങനെ ഉണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. സിനിമയിൽ മരിച്ചിട്ടുണ്ട്, ഒരു സിനിമയിൽ ഞാൻ മരിച്ചിട്ടുണ്ട്. മരിച്ചതിന് ശേഷം എഴുന്നേറ്റിരുന്ന് ചിരിക്കാൻ പറയും. മദ്രാസ്കാരനുണ്ടായിരുന്നു ഒരാൾ മരിച്ചിറക്കണ എടുത്തിട്ട് അയാളെ തേങ്ങയൊക്കെ ഒഴിഞ്ഞ് ഉടച്ചിട്ടാണ് വിട്ടത്. അത് അങ്ങനെ എന്താ അറം പറ്റുക എന്തോ പറയില്ലേ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, തമിഴായിട്ട് എങ്ങനെ ബന്ധം? ഇപ്പോൾ കാസർഗോഡ് നിന്ന് തമിഴിൽ പോയിട്ട് ഒരുപാട് തമിഴ് സിനിമകൾ അഭിനയിച്ചു. എങ്ങനെയാണ് ശരിക്കും തമിഴിൽ ആദ്യം എത്തിയത്? തമിഴിൽ ഞാൻ എത്തുന്നത്, ഞാൻ ആദ്യം ചെയ്യുന്ന മലയാളത്തിൽ തന്നെയാണ്. കാര്യസ്ഥനിൽ ദിലീപേട്ടൻ അനിയത്തിയായിട്ടാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ഫോട്ടോസ് ഷിബുജി സുശീലൻ പുള്ളിക്കാരനാണ് എൻ്റെ ഫോട്ടോസ് തമിഴ് സിനിമ ഇങ്ങനെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് അയച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്ത സിനിമ തന്നെ ഭയങ്കര എന്താ പറയുക, വൈഡ് റേഞ്ചിലൊരു അക്സെപ്റ്റൻസ് ആയിരുന്നു. ഒരു പ്രോപ്പർ വില്ലേജ്, അവർക്ക് അങ്ങനെയുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവിടുന്ന് ദാറ്റ് ഈസ് ഹൗ സമുദ്രകനി സാറിൻ്റെ സിനിമ. അപ്പം പ്രഭു സോളമനൊക്കെയുള്ള സിനിമയായിരുന്നു. അപ്പം അങ്ങനെയാണ് അവിടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഗ്രാജുവലി എന്ത് പറ്റിയെന്ന് വെച്ചാൽ തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ് ഞാൻ നന്നായി പറയാനും എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു. അപ്പോൾ ആൾക്കാർ ഞാൻ തമിഴ് കുട്ടിയാണെന്നുള്ളത് അവരങ്ങ് അങ്ങനെ അവർക്ക് തോന്നി തുടങ്ങി. അങ്ങനെയാണ് തമിഴിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഉദയേട്ടൻ, വൈശാഖേട്ടൻ, അജയ് സാർ ഇവരൊക്കെയാണ് പിന്നെ എന്നെ തിരിച്ച് മലയാളത്തിലോട്ട് കൊണ്ടുവരുന്നത്. പറഞ്ഞത് ഒരു തമിഴ് നടീനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അല്ല കാര്യത്തിൽ ഞാനപ്പോ ആദ്യം വിചാരിക്കുന്നത് മഹിമ തമിഴ് ആളാന്നാണ് വിചാരിക്കുന്നത്. സംസാരിച്ചു തമിഴിൽ പോയിട്ട്? ഇല്ല, അങ്ങനെ മലയാളത്തിൽ പോലും സംസാരിച്ചില്ല ഞങ്ങള്.
ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ അതിന് പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ല, മറ്റേ ആ സീനിലായിരുന്നു ഫസ്റ്റ്. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് മറ്റേ ഞാൻ നിങ്ങൾ അന്വേഷിച്ചു വന്ന രതീഷ് എന്റെ ഹസ്ബൻഡ് ആണെന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഷോട്ട് ഒരുമിച്ച്. അപ്പൊ നമ്മള് മാനസികമായ ഇത് ചോദിക്കാനാണ് വേണ്ടി. ആ സംഘർഷം കഴിഞ്ഞ് താൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചു വന്നിട്ട് കഴിഞ്ഞില്ല, കഴിഞ്ഞാലല്ലേ ചോദിക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചു മലയാളത്തിലോട്ട് വന്നു. ഇപ്പൊ മലയാളത്തിൽ ഇനി പുതിയ പടങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്താണ്? ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്ത് ബ്രോമാൻസ് എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു മലയാളത്തിൽ ഒരുപാട് സിനിമ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം മലയാളത്തിൽ കുറച്ചുകൂടെ അധികം ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു ലേഡി പ്രൊഡ്യൂസർ എന്നുള്ളൊരു കാര്യമാണ്. ഒരു വനിത പ്രൊഡ്യൂസർ ആകുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട്? ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സപ്പോസ് അത് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് ആണുങ്ങളെയാണ്. അതൊരു സെറ്റിൽ ഏറ്റവും കൂടുതൽ ആണുങ്ങൾ. ഇപ്പം ഒരു ഫീമെയിലായിട്ട് വേണം വളരെ കുറച്ച്, ഇപ്പം നായിക വരും അല്ലെങ്കിൽ 1-2 ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരും എന്നൊക്കെ ഉള്ളതല്ലാതെ ടെക്നിക്കൽ സൈഡിലൊക്കെ മുഴുവനും ആണുങ്ങൾ തന്നെയാണ്. അപ്പം അത് എനിക്കിപ്പോഴും ആ ഒരു എങ്ങനെ അത് ബ്രേക്ക് ഇവരെ, അതായത് അവരുടെ, ഞാൻ പലതും ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കും, ഹൃദയത്തിലേക്ക് എടുക്കും. അവരതില്ല. അത് പുരുഷന്മാരും സ്ത്രീകളും ചിന്തിക്കുന്ന രീതി വ്യത്യാസമാണ്. അപ്പൊ അതിന്റെ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല അവർക്ക് മനസ്സിലാവുന്നത്, അവര് പറയുന്ന സാധനമായിരിക്കില്ല എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനത്തെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അത് പിന്നെ ഈ മെയിൽ ഈഗോ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതുണ്ട്, അത് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പം ഇത്രയും വർഷമായെങ്കിലും എനിക്കിപ്പോഴിപ്പം പലപ്പോഴും ഉണ്ടല്ലോ, ഇപ്പം നമ്മളോട് സംസാരിക്കുമ്പോൾ ഞാൻ പ്രൊഡ്യൂസറാണല്ലോ, എൻ്റെ മുഖത്ത് നോക്കി എന്നോടല്ലേ സംസാരിക്കണ്ടേ. പക്ഷെ എൻ്റെ കൂടെ ഇപ്പം വേറെ ആരെങ്കിലും ആണുങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമൊക്കെ ആയിരിക്കും അവരോടായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ മുഖത്ത് നോക്കിയാൽ പറയാം, എൻ്റെ മുഖത്തേക്ക് പോലും നോക്കൂല. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു കാര്യം പറയാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. ഇവള് പറയുന്ന ഞാനെന്തിനാ കേൾക്കുന്നത്, എനിക്ക് അവരോടല്ല പറയാനുള്ളത്, എനിക്ക് ആണുങ്ങളോടാ പറയാനുള്ളത് എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് വേറെ ആളുടെ മുഖത്ത് നോക്കിയിട്ടായിരിക്കും. അവിടെ തന്നെ തുടങ്ങി. അത് പിന്നീട് തുടർച്ചയായിട്ട് സിനിമകളിൽ അല്ല റിലീസ് വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റിലീസിനെന്നല്ലെന്നേ, മൊത്തത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ അതിപ്പോൾ സിനിമയിൽ മാത്രമായിരിക്കില്ല, സിനിമയിൽ എവിടെ ചെന്നാലും ഇങ്ങനൊരു ഇതുണ്ട്. ജനറലായി തന്നെ നമ്മൾ പറയില്ലേ, വീട്ടിൽ ആണുങ്ങളാരും ഇല്ലേ എന്ന് ചോദിക്കില്ലേ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഡോർ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുമ്പോ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിൽ ചോദിക്കും വീട്ടിൽ ആണുങ്ങളാരും ഇല്ലേ എന്ന് ചോദിക്കും. അതേപോലെ നമ്മളൊരു വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അകത്തോട്ട് ചെല്ലൂ. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യമായ ഒരു ആർഗ്യുമെന്റോ ഡിസ്കഷനോ നടക്കുമ്പോൾ പൊതുവേ നമ്മൾ പറയുന്നതാണ് ഞങ്ങള് പുരുഷന്മാരോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ സ്ത്രീകളോട് സംസാരിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഞാനും കേട്ടിട്ടുള്ളത് ഒരുപാട്. എൻ്റെ ഫാമിലി ഭയങ്കര പ്രോഗ്രസീവായ ഫാമിലിയാണ്. അപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനായാലും എൻ്റെ ചേട്ടനായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ് അവർക്കും പറയാനുള്ളത്. ഇനി അവളോട് പറയാത്തൊന്നും ഞങ്ങളോട് പറയാനില്ല എന്ന് അങ്ങനെ പുരുഷന്മാർ പറയാം. എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ പുരുഷന്മാർ പറയാറുണ്ട്. എത്ര പേര് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇത് എനിക്കൊന്ന് ജനറലി എല്ലാ ഫീമെയിലിനും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. പുരുഷന്മാരോട് പറയാം, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അവരോട് സംസാരിക്കാം എന്നുള്ളത്. നമ്മൾ സെക്കൻഡറി ആയിട്ട് ഇത് കേട്ട് നിന്നാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും പൊതുവേ ഉള്ളതാണ്. അത് ഈ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങും. ഇപ്പം നമ്മൾ വേറെ ഏത് വീട്ടിൽ ചെന്നാലും അകത്തോട്ട് പൊക്കോളൂ. കാര്യം അതായത് ഇപ്പം പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പെണ്ണുങ്ങൾ വേണ്ട, അത് സംസാരിക്കേണ്ട കാര്യമില്ല. സ്ത്രീകള് അടുക്കളയിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്നെന്ത് കറി ഉണ്ടാക്കി, അല്ലെ ഇത് എവിടെ ഡ്രസ് എവിടുന്ന, ഭയങ്കര ഫണ്ണിയായ കാര്യം. രണ്ട് പെങ്ങന്മാരുടെ ആങ്ങള എന്റെ വീട്ടില് മൂന്ന് സ്ത്രീകളും അടക്കം ഇതന്നെയാണല്ലേ എന്ത് സംഭവങ്ങളൊക്കെ. ഈ സംഭവങ്ങൾ ഞാൻ തന്നെ എന്നിട്ട് ഒറ്റയ്ക്ക് നിർത്താനും പറയും. നിങ്ങളൊക്കെ അവിടെ എവിടെ ഞാൻ തന്നെ കണ്ണാടി നോക്കി നിങ്ങളൊക്കെ അടുക്കളയിൽ പോയി. അല്ല പൊതുവെ ശരിയാണ്, ഒരാള് അല്ല ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യാറുണ്ട്. ചെയ്യാനൊന്നും സ്കോപ്പില്ല, ആകെ പ്രശ്നം.
താഴെയുള്ള സെക്യൂരിറ്റിനെ വിളിച്ചിട്ട് ഇനി നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ അടുക്കള പോയി. അല്ല, ഞാനത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവിടുന്ന് തുടങ്ങുന്ന അതിപ്പോ നമ്മള് എന്നിട്ട് അതൊരു വലിയ സെറ്റിലേക്ക് വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കും. അത്രയും ആണുങ്ങളാണ് നിൽക്കുന്നത്. അപ്പം പല കാര്യങ്ങളും അവർക്ക് മുഖത്ത് നോക്കി പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം, എനിക്കത് വേണം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാര്യം ഒരു പെണ്ണിനോട് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഉള്ളതാണ്. ആ ഒരു രീതിയിൽ. അപ്പം പക്ഷെ എനിക്ക് നേരെ ഇപ്പം ചേച്ചി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് എനിക്ക് പറയുന്നത്. എനിക്കൊരു പക്ഷെ ഞാൻ ചേച്ചിയോട് പറയുന്ന കാര്യങ്ങൾ, ഞാൻ നേരിട്ട് ചേച്ചിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കൊരു മെയിൽ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് ഭയങ്കര രസമായിരുന്നു കാര്യങ്ങളൊക്കെ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം, പ്രീ റിലീസിൻ്റെ കാര്യം നേരത്തെ പറയുകയുണ്ടായി. ശരിക്കും എന്താണ് സിനിമയിൽ നടക്കുന്നത് പ്രീ റിലീസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ചെറിയ പ്രൊഡക്ഷനുള്ള സിനിമകൾ വരുമ്പോൾ? സെയിലൊന്നും നടക്കുന്നില്ല, ഒരു സെയിലും നടക്കുന്നില്ല. പിന്നെ അത് എല്ലാ ഇൻഡസ്ട്രിയിലും അല്ല എല്ലാത്തിലും ഉണ്ടാവും. ഒരാള് അല്ലെങ്കിൽ ഒരു ഇതിപ്പം ഷെയ്നോട് ശത്രുതയുള്ള ആൾക്കാരുണ്ടാവും, എന്നോട് ശത്രുതയുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അതൊക്കെ ഒരു പോയിന്റ് വരെ ഉള്ളൂ. നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നോടം വരെ ഇതൊക്കെ സ്ട്രഗിളാണ്. അപ്പം പലരും പല സൈഡിൽ നിന്നും നമ്മളെ എന്താ പറയുക, ഓക്കെ ഈ സിനിമ വിജയിക്കരുത് അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തരുത് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷേ എന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്യുന്നൊരു സമയം വരും. ഇപ്പം എന്താ പറയുക, ഇപ്പം പൊതുവെ ഇൻഡസ്ട്രിയിൽ സിനിമകളുടെ ഒന്നും പ്രീ റിലീസ് സെയിലൊന്നും നടക്കുന്നില്ല. റിലീസ് പോട്ടെ, ഇപ്പൊ ടെർബോ പോലും റിലീസ് കഴിഞ്ഞ സിനിമകള് അത് തന്നെ സെയിൽ നടക്കുന്നില്ല. എന്നാൽ സിനിമയുടെ ഏറ്റവും നല്ല സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം ടെർബോ, ആവേശം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു ഇതൊക്കെ ഭയങ്കരമായിട്ട് അഭിപ്രായം നേടിയ സിനിമകളാണ്. വളരെ കോടികൾ, മലയാള സിനിമയിൽ കേൾക്കാത്ത കോടികളുടെ നമ്പറുകൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ. പിന്നെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത്? പേടിയാണോ? അതേ ചോദ്യമാണ് നമുക്കും അങ്ങോട്ട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് നടക്കുന്നില്ല? സെയിം ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള. ഇതിനേക്കാൾ കൂടുതൽ, അതായത് ഇത്രയൊന്നും വരുമാനം മലയാളത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് നല്ല ബിസിനസ് നടന്നിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ അന്ന് നടന്ന ബിസിനസ് കാരണം ഉണ്ടായ നഷ്ടങ്ങൾ കാരണം. ഇതിനിടയിൽ കുറെ മീഡിയേറ്റേഴ്സ് വന്നു. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ കുറെ മീഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആക്കി, ഇതിനിടയിൽ പല കമ്മീഷൻ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ അത് സെയിലിനെ ബാധിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, ഒരു ഫിലിം 100 കോടി നേടിക്കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ കയ്യിൽ നിന്ന് എത്ര കിട്ടും? നമ്മളിവിടെ 30. ഒരു പ്രൊഡ്യൂസർക്ക് ശരിക്കും ആ പടം നിർമ്മിക്കാൻ, ഒരു 4 കോടിയുടെ പടമാണെങ്കിൽ അത് നിർമ്മിക്കാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട് പ്രൊഡ്യൂസർ? അതായത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സിനിമ ഇപ്പോൾ സപ്പോസ് തിയേറ്റർ ഷെയർ അല്ലെങ്കിൽ മറ്റ് ഷെയറുകൾ ഇങ്ങനെയൊക്കെ വാങ്ങുന്ന കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ സിനിമയിൽ ഇറങ്ങിയിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആ പ്രൊഡ്യൂസർക്ക് കൈ നനയാതെ മീൻ പിടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കൈ നനയാതെ മീൻ പിടിക്കൽ സിനിമയിൽ ഇല്ല. പക്ഷെ എന്നാൽ പോലും ഒരു വലിയ എമൗണ്ട് അയാൾ ചെലവഴിക്കാതെ തന്നെ പുറത്തുനിന്ന് ഇപ്പോൾ സ്റ്റാറുള്ള പടം, അതിപ്പോ ആദ്യമേ സെയിൽ നടന്നൊരു പടം, ചില പടങ്ങളുണ്ടല്ലോ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ സെയിൽ നടക്കും. ഇപ്പൊ ഫഹദ് എന്ന് പറയുന്ന നടന്റെ പടങ്ങൾ എല്ലാം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ. കാര്യം ഫഹദിന്റെ പടങ്ങളോട് നാഷണൽ മാർക്കറ്റിൽ, അതായത് ഇപ്പം ഹിന്ദിയിലും എല്ലായിടത്തും ഉള്ളവർക്ക് എല്ലാവരും ഫഹദിന്റെ പടം വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പം അത് ചിലപ്പം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ സെയിൽ നടക്കാം. അങ്ങനെ ചില സിനിമകൾ നടക്കാറുണ്ട്. പക്ഷേ 90% പടങ്ങളും എല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈവൻ ഭയങ്കര ഹിറ്റായ എത്രയോ സിനിമകൾ സെയിൽ നടക്കാതെ പോയേക്കുന്നു. ഇപ്പോഴും എവിടെയും കാണില്ല, അത് എവിടെയും OTT-യിലും കാണില്ല, സാറ്റലൈറ്റിലും കാണില്ല. തിയേറ്ററിൽ നല്ല ഹിറ്റായ സിനിമയായിരിക്കാം, പക്ഷെ നമ്മൾ മറന്നുപോകും. ഇഷ്ടം പോലെ ഒരാഴ്ചയിൽ 5 പടം വെച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മറന്നു. അപ്പം നമ്മൾ പറയുമ്പോഴായിരിക്കും അറിയാം, അയ്യോ ആ പടം ഇതുവരെ എവിടെയും വന്നില്ലേ, എവിടെയും പോയില്ലേ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് സിനിമകളുടെ എണ്ണം കൂടുതൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സിനിമകളുടെ എണ്ണക്കൂടുതൽ ബിസിനസ്സുകൾ എണ്ണക്കൂടുതലല്ല, ഇതിനകത്ത് കുറച്ച് മീഡിയേറ്റേഴ്സ് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അവരിത് നേരത്തെയൊക്കെ എല്ലാം ഡയറക്റ്റ് ആയിരുന്നു. ഇപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം മീഡിയേറ്റേഴ്സ് വന്നിട്ട് ഈ സെയില് അവർ വഴി ത്രൂ മാത്രം സെയിൽ നടന്നാൽ മതി എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അപ്പോൾ പലതും നടക്കാണ്ടായി. ഒരു പാട്ട്
എന്നാ പിന്നെ ആ പ്രാർത്ഥന ഗാനം കൂടെ അങ്ങോട്ട് ലഭിച്ച് പരിപാടി നടത്തായിരുന്നു. ഏതൻ പൂവേ മനം തന്ന പെണ്ണേ നീ മുന്നിൽ നിറം കൊണ്ടതെന്തേ നാളിന്നോളം കൊതിക്കാത്തതെല്ലാം ഒന്നിനി കാതിലോതി മായുകയെങ്ങോ നീ ദൂരെ ഒന്നും ഒളിക്കാതെ ഒരിക്കലും മടിക്കാതെ പറഞ്ഞു നാം പകർന്നീടാ രഹസ്യമുണ്ടോ നിന്നെ നനയ്ക്കാതെ അടുത്തു വന്നിരിക്കാതെ മറന്നു ഞാൻ ചിരിക്കാതെ കടന്ന നാളുണ്ടോ ഓ